അടിച്ചേൽപ്പിക്കുന്ന യുദ്ധവും സമാധാനവും അംഗീകരിക്കില്ല, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു യുഎസിന് ഇന്നലെ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നൽകിയ മുന്നറിയിപ്പ്. പുറമെ ഇങ്ങനെ തള്ളുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ പേടിച്ചാണ് ഖമേനിയും നേതാക്കളും ജീവിക്കുന്നതെന്നാണ് വസ്തുത. പണി എവിടെ നിന്ന് ഏത് രൂപത്തിൽ കിട്ടുമെന്നത് പേടിച്ചുള്ള ഒരുതരം ജീവിതം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു വാട്സ്ആപ്പ് ഉപയോഗം ഉപേക്ഷിക്കാനുള്ള നിർദ്ദേശം. ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഫോണുകളെയും സംശയത്തോടെയാണ് നോക്കുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു സൈബർ ആക്രമണം ഇറാൻ ഭയക്കുന്നുണ്ട്. ലെബനനിൽ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിക്കുമെന്നോ അല്ലെങ്കിൽ മൊസാദ് അവയിൽ നിന്ന് വിവരം ചോർത്തുമോ എന്ന ഭീതിയിലുമാണ് ഇറാൻ. മൊസാദിന്റെ സൈബർ ആക്രമണം ഭയന്ന് തന്ത്രപ്രധാനമായ മേഖലകളിൽ കമ്പ്യൂട്ടറിന്റെ പോലും ഉപയോഗം പരമാവധി കുറയ്ക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇന്റർനെറ്റ് പോലും പലയിടങ്ങളിൽ റദ്ദാക്കിയെന്നും വിവരമുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്മാർട്ട് ഫോൺ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ജനങ്ങളോട് വാട്സ്ആപ്പ് ഉപയോഗം അവസാനിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ഫലത്തിൽ മൊസാദിനെ ഭയന്ന് ഇറാൻ നീങ്ങുന്നത് കാളവണ്ടി യുഗത്തിലേക്കാണ്. അതേസമയം വിവരങ്ങൾ ചോർത്തുന്നുവെന്ന വാർത്ത വാട്സ്ആപ്പ് നിഷേധിക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തങ്ങളുടെ സേവനങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള തെറ്റായ റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്നാണ് മെറ്റ പ്രതികരിച്ചത്. സ്മാർട്ട് ഫോണിലൂടെ മൊസാദ് വിവരങ്ങൾ ചോർത്തുന്നുവെന്ന സംശയം വർദ്ധിച്ചതോടെ ലെബനനിലെ ഹിസ്ബുള്ള പൂർണ്ണമായും പേജറിലേക്ക് മാറുകയായിരുന്നു. നേരത്തെ 170 ഹിസ്ബുള്ള അനുയായികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഫോണുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവും ഒരു ഹമാസ് നേതാവും കൊല്ലപ്പെട്ടിരുന്നു. ഈ ഇന്റലിജൻസ് പിഴവ് പരിഹരിക്കുന്നതിനായിട്ടായിരുന്നു ഫോണുകൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള നേതൃത്വം അനുയായികൾക്ക് നിർദ്ദേശം നൽകിയത്. ഫോണുകൾ ഉപേക്ഷിക്കുകയോ ഇരുമ്പ് പെട്ടിയിൽ വെച്ച് പൂട്ടുകയോ ചെയ്യാനായിരുന്നു നിർദ്ദേശം. ഇസ്രായേൽ സേനകൾക്ക് ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ വളരെ വേഗം സാധിക്കുമെന്ന് നിർദ്ദേശം നൽകിയ അന്നത്തെ ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫോണുകൾക്ക് പകരമായിട്ടായിരുന്നു പേജറുകൾ ഉപയോഗിക്കാൻ അനുവാദം നൽകിയത്. പഴയ ടെക്നോളജി ആണെങ്കിലും ആശയവിനിമയത്തിന് ഇത് മതിയാകുമെന്ന് ഹിസ്ബുള്ള നേതൃത്വം അന്ന് കരുതി. എന്നാൽ അതിനെയും മൊസാദ് അട്ടിമറിക്കുകയായിരുന്നു. പ്രത്യേകതര സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അന്ന് ബാറ്ററി അമിതമായി ചൂടാക്കി പേജറുകൾ തകർത്തത്. ഇത്തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ഭയക്കുന്നത്.